എല്ലാവർക്കും നമസ്കാരം. ഞാൻ കർണാടകത്തിലൊരു ജോലി ചെയ്യണം. അപ്പോൾ ആ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ കുറേ യാത്രകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പുതിയൊരു ചാനൽ തുടങ്ങിയാലോ, ഈ ചാനലിൽ എൻ്റെ യാത്രകളെല്ലാം ഇട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇതിനു മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മൈസൂർ പോയപ്പോഴും അതിന് മുമ്പേ ഉള്ള കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂസ് ആക്കിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഓൾറെഡി വേറൊരു ചാനലുണ്ട്, പക്ഷെ ആ ചാനലിലെ ആന വീഡിയോസൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു ട്രാവൽ വീഡിയോ ഇഷ്ടമാവോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പുതിയൊരു ചാനൽ തുടങ്ങുന്നത്. എന്താ പറയുക, എനിക്ക് വ്ളോഗൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. ചെറുതായിട്ട് ഞാൻ ചെയ്യാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഹംപി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മറ്റൊരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ പോകുന്നു, അത് കണ്ടോ ഇത് കണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ ഇടുന്നതാണ്. എനിക്കങ്ങനെ വലിയ വ്ളോഗ് എടുക്കാനോ അല്ലെങ്കിൽ ചരിത്രം പറയാനോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും യാത്രകൾ കുറേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡാണല്ലോ. ഇപ്പോൾ ഏതൊരാൾക്കാർ എവിടേക്ക് പോകണമെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടും, അതേപോലെ തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിടും, ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഉണ്ടാക്കിയിടും. ഇതൊക്കെ ഒരു രസമാണ്. എന്താ പറയുക, ഒരു സന്തോഷത്തിന് നമ്മൾ ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു ജോലിയുടെ പിറകെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഈ ഒരു വ്ളോഗ് എടുക്കാൻ ഫുൾ ടൈം നമുക്ക് പറ്റുമൊന്നുമില്ല. എന്നാലും പറ്റുന്ന സമയത്ത് നമുക്കൊരു എൻജോയ്മെൻ്റ് എന്നുള്ള രീതിയിൽ ചെയ്തിടാം. അപ്പോൾ നിങ്ങളത് സ്വീകരിക്കുമോ എന്നെനിക്കറിയില്ല. ഇന്ത്യൻ നൊമാൻഡ് എന്നാണ് ഞാൻ ഈ ഒരു ചാനലിന് പേര് കൊടുത്തിരിക്കുന്നത്. പേര് എന്ത് ഇടണം എന്ന് കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു പേരിടണമല്ലോ. പിന്നെ ഒരു നൊമാഡിക്കിനെ പോലെ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു നാടോടിയെ പോലെ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക്. അങ്ങനെ എൻ്റെ ജോലിയുടെ പ്രത്യേകത അങ്ങനെയാണ്. ഞാനൊരു സ്ഥാപനത്തിൽ വെരിഫിക്കേഷൻ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പല സ്ഥാപനങ്ങളും പല സ്ഥലത്താണ്. അപ്പോൾ ഒരു ബ്രാഞ്ചിൽ ഒരു 1-2 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അടുത്ത ബ്രാഞ്ചിലേക്ക് പോകണം. അപ്പോൾ യാത്രകൾ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പല സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ പല ലോഡ്ജിലും താമസിക്കണം. അവിടെ താമസിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ യാത്രകളെല്ലാം കൂട്ടിയിണക്കി കൊണ്ടുള്ള ഒരു വ്ളോഗായിരിക്കും വരുന്നത്. ദയവേച്ച് ഇത് സ്വീകരിക്കണം. ഓക്കെ.